എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നതുണ്ട്. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പം ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഞാൻ വളരെ കൃത്യമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരുപാട് നേതാക്കന്മാർ പിണറായി വിജയൻ പോലീസിൻ്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഒരു ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ അതോ തൻ്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ളൊരു തീരുമാനമാണോ എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണമെന്നുള്ള ഒരു രൂപേണ പറഞ്ഞാണ്. ഇപ്പം ഞാനിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ധർമ്മടത്ത് പിഷാരടി മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷനെ ഞാൻ സ്വീകരിച്ചു. അതേസമയം തൃപ്പൂണിത്തുറയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഒന്നുകിൽ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ പാലക്കാട്. അപ്പോൾ പാർട്ടിയോട് ഡിമാൻഡ് ചെയ്ത് തൻ്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഒരു സുരക്ഷിത മണ്ഡലം തേടി ഇവരൊക്കെ പോകുന്നത്. അല്ലാതെ ജനത്തിനോട് കൂറുകൊണ്ടാണെന്നോ ജനങ്ങളോട് സ്നേഹം കൊണ്ടാണെന്നോ ഞാൻ കരുതുന്നില്ല എന്നത് ഭംഗേന്ദ്രയാണ് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളുടെയും ഇൻറ്റൻഷനാണ് ജനം തിരിച്ചറിയേണ്ടത്. നാടിന് വേണ്ടി സേവിക്കാൻ വേണ്ടി മനസ്സ് മാറ്റിവെച്ചിട്ടുള്ള ധാരാളം പേർ പല മേഖലകളിലുണ്ട്. അപ്പോൾ അവരെ കണ്ടെത്തി രാഷ്ട്രീയ പാർട്ടിക്കാർ സീറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു വസ്തുതയായിട്ടാണ് തോന്നുന്നത്. കാരണം താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയത്തിൽ ബിഗ് ബോസിനെ ആക്ഷേപിച്ച ആളാണ് ഇത് പല ആൾക്കാരും ആക്ഷേപിച്ച ആളാണ് താങ്കൾ. ഒരു നിമിഷം ഞാൻ പറഞ്ഞത് ബിഗ് ബോസിനെ ആക്ഷേപിക്കുന്നത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. കേവലം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം. ഇപ്പം ഗാന്ധിയുടെ പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഇപ്പം ഒരു നിലപാട് ഒരാൾ മാറ്റുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം എൻ്റെ നിലപാട് തെറ്റാമല്ലോ. ഞാനൊരു നിലപാട് പറഞ്ഞു, ആ നിലപാട് തെറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിൽ യാതൊരു നിലപാടുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ 1957 അവർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞതിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ എന്താ ഒരു കാലത്ത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷത്തോടെ ആൾക്കൂട്ടത്തോടെ രാത്രി പോയ ആളാണ്. ഇന്ന് നേരെ തിരിച്ചു. അപ്പം നിങ്ങൾ ഈ ചോദ്യങ്ങൾ കേവലം എൻ്റെ മാത്രം വ്യക്തിപരമായ താല്പര്യം, ഒരു ജനത്തെ ബാധിക്കുന്നൊരു വിഷയമല്ല. ഞാൻ ബിഗ് ബോസിൽ പോയാലും ആരെയും ബാധിക്കാൻ പോകുന്നില്ല, ബിഗ് ബോസിൽ ഞാൻ പോയില്ലെങ്കിലും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ പോയാൽ തന്നെ ആദ്യത്തെ ആഴ്ച ജനത്തിന് എന്നെ ഷോയിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവരെന്നെ വോട്ട് ചെയ്ത് പുറത്താക്കില്ലെന്ന് മാത്രമല്ല, ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നൽകി അവരെന്നെ ജയിപ്പിച്ചു. അപ്പോൾ ഇത്രയും പച്ചയായ യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുന്നിലുള്ളപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയാൽ. അപ്പോൾ ഞാൻ രാവിലെ ഇറച്ചി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ്, അത് ആരെയും ബാധിക്കുന്ന കാര്യമല്ല. അതാണോ നിലപാട്? അതല്ല നിലപാട്. തൃക്കാക്കരക്കാരോടൊന്നല്ല, കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും പറയാനുള്ളത് നമ്മളെല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പ് മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ജനത്തിൻ്റെ ഏറ്റവും ഒരു സ്വതന്ത്ര പൗരൻ്റെ ഏറ്റവും പരമമായ അധികാരം അവൻ്റെ ചൂണ്ടുവിരൽ തുമ്പാണെന്ന് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ഈ അധികാരം ഉപയോഗിക്കാറില്ല. ഈ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എന്തെല്ലാം ചെയ്തു വെച്ചാലും നമുക്ക് ഭയങ്കര മറവിയുള്ളൊരു ജനതയാണ് നമ്മുടേത്. നമ്മളെല്ലായ്പ്പോഴും അവസാന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ഇന്നലകളിൽ ഇവരൊക്കെ എന്താണ് നമ്മോട് ചെയ്തതെന്ന് പലപ്പോഴും ആരും ആലോചിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ മറവി ഒരു ശാപമായി മാറിയ നമ്മുടെ നാട്ടിൽ ആ മറവി മറന്ന് കൃത്യമായി ചിന്തിച്ച് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള 140 MLA-മാരെ നിയമസാമാജികരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് തൃക്കാക്കരയിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു, കേരളത്തിലെ എല്ലാ വോട്ടർമാരോടും പറയുന്നു. അത് മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് എനിക്ക് പറയാനുള്ളത്.